വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞവർക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഓവുലേഷൻ ടൈം മുതലൊക്കെ മാത്രം നിങ്ങൾ ഈ ടിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട. പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾക്ക് ഈ ടിപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഓൾമോസ്റ്റ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾ ഈ ടിപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു എൻഡോമെട്രിയത്തിനെ പറ്റിയിട്ടാണ്. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആയിട്ടാണ് കുഞ്ഞ് ഗ്രോ ആയി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ട് എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായി പോവുകയോ അല്ലെങ്കിൽ അതിലോട്ടുള്ള രക്തയോട്ടം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉള്ളതാണെന്ന് പറഞ്ഞാൽ കൂടി തന്നെയും നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകുന്നതിന് ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ഹെൽത്തി ആയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും പിന്നീട് അങ്ങോട്ടേക്ക് 9 months വരെ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ഉണ്ടാക്കിയെടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻഡോമെട്രിയൽ ലൈനിങ് ഹെൽത്തിയർ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഈസ്ട്രജൻ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട് എൻഡോമെട്രിയൽ ലൈനിങ് കൂടുതൽ തിക്ക് ആവുകയും അതുപോലെ ബ്ലഡും അതുപോലെ മറ്റുള്ള ന്യൂട്രിയൻസും ഒക്കെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് എത്തിയിട്ട് കുഞ്ഞു ഗ്രോ ആവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഈസ്ട്രജനും അതുപോലെ ബ്ലഡ് സർക്കുലേഷനും സഹായിക്കുന്നുണ്ട്. ഒരു മിഡ് സൈക്കിളിന്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്കും ഏകദേശം എൻഡോമെട്രിയത്തിന്റെ ഒരു ലെവൽ ഒരു 8 to 12 mm തിക്നെസ്സിൽ ഉണ്ടെങ്കിൽ അത് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു എൻഡോമെട്രിയൽ ലൈനിങ് തന്നെയായിരിക്കും. ഇനി നിങ്ങൾക്ക് ഹെൽത്തിയർ ആയിട്ടുള്ളതല്ല തിന്നായിട്ടുള്ള ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാതെ തന്നെ കുറച്ച് സിംറ്റംസിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യത്തേത് നമുക്ക് പീരിയഡ്സ് പെയിൻഫുൾ ആയിട്ട് പോവുക. എപ്പോഴും പീരിയഡ്സ് നമുക്ക് നോർമലായിട്ട് ചെറുതായിട്ടുള്ളൊരു വേദന ഏതൊരു സ്ത്രീക്കും പീരിയഡ്സ് ആകുന്ന സമയത്ത് ഉണ്ടാകും. പക്ഷേ അത് അസഹനീയമാവുന്ന രീതിക്ക്, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ളതാണ് നമ്മുടെ ബ്ലീഡിങ് പോകുന്നതെങ്കിൽ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് അല്ല. ഇൻ കേസ് നിങ്ങൾക്ക് തിന്നായിട്ടുള്ള എൻഡോമെട്രിയം അല്ലെങ്കിൽ കൂടി തന്നെയും എൻഡോമെട്രിയോസിസോ ഫൈബ്രോയിഡോ മറ്റുള്ള എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഭയങ്കര ഹെവി ആയിട്ടുള്ള പെയിനിൽ നിങ്ങൾക്ക് പീരിയഡ്സ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പീരിയഡ്സ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ പീരിയഡ്സ് ആകുന്ന സമയത്ത് ഭയങ്കര സ്കാൻറ്റി ആയിട്ടുള്ള പീരിയഡ്സ് പോവുക, അതായത് എന്താ പറയുക, ഭയങ്കരമായിട്ട് ലോ ആയിട്ട് പീരിയഡ്സ് ബ്ലീഡിങ് പോവുക, ഇതും ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സിൻ്റെ ഒരു സിമ്പിൾ അല്ല. കാരണം നമ്മൾ പീരിയഡ്സ് പോകുന്ന സമയത്ത് ഒരു ദിവസം പോലും ബ്ലീഡിങ് ഉണ്ടാവുന്നില്ല, ചെറുതായിട്ട് സ്പോട്ടിങ് മാത്രം ഉണ്ടായിട്ട് പീരിയഡ്സ് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അത് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു പീരിയഡ്സ് ആയിരിക്കില്ല. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടാകുന്ന സിറ്റുവേഷനിലോ ആണ് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നതും അതായത് ആ പീരിയഡ്സിൻ്റെ ബ്ലഡ് പോകുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നമ്മളൊരു അവയർനെസ് കൊടുക്കണം. കാരണം എൻഡോമെട്രിയം തിന്നായതുകൊണ്ട് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്ലഡ് പോകുന്ന സമയത്ത് ഒരുപാട് ക്ലോട്ട്സ് ഉണ്ടായിക്കൊണ്ട് പോവുക. ചില ആളുകൾക്ക് പീരിയഡ്സിന്റെ ബ്ലഡ് പോകുന്ന സമയത്ത് ഒരുപാട് ക്ലോട്ട്സ് ഉണ്ടാകാറുണ്ട്. നോർമലി ക്ലോട്ട്സ് നമുക്ക് ഫോം ചെയ്യുന്നത് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് ക്ലോട്ട്സ് ഒക്കെ പോയി തുടങ്ങിയിട്ട് പിന്നെ പീരിയഡ്സിന്റെ ബ്ലീഡിങ് ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ ഒക്കെ ആയിരിക്കും നമുക്ക് ഈ കൂടുതലായിട്ട് ഹെവി ആയിട്ട് ബ്ലീഡിങ് പോകുന്ന ദിവസമായിരിക്കും ഇതുപോലെ ക്ലോട്ട്സ് ഉണ്ടാകുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോട്ട്സ് പോകുന്നു, ഹെവി ആയിട്ടുള്ള പെയിൻ ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു കെയർ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എൻഡോമെട്രിയത്തിന്റെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു സിറ്റുവേഷൻ വരുന്നത്, നാലാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർക്ക് പ്രഗ്നൻസിയുടെ പോലുള്ള സിംറ്റംസ് ഒക്കെ കണ്ടിന്യൂസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ സിംറ്റംസ് ഉണ്ടാകുന്നു, ഡേറ്റ് മിസ്സായി പോകുന്നു, ദെൻ അതിനുശേഷം പീരിയഡ്സ് വരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ റെക്കറന്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടായി പോകുന്നതായിരിക്കും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ എംബ്രിയോ അവിടെ ഇംപ്ലാന്റ് ആയി കഴിഞ്ഞാലും ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ എൻഡോമെട്രിയം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിലനിൽക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാതെ വന്നിട്ട് എൻഡോമെട്രിയം ഷെഡ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ റെക്കറന്റ് ആയിട്ട് പ്രഗ്നൻസി ലോസ് നിങ്ങൾക്കുണ്ടാകാം. അത് നിങ്ങളിപ്പോൾ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നവരാണെങ്കിലും IUI IVF പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും എൻഡോമെട്രിയം സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുന്നില്ല, കൃത്യമായിട്ടുള്ള ഒരു തിക്നെസ് എൻഡോമെട്രിയത്തിന് ഇല്ലെങ്കിൽ നമുക്ക് മിസ്കാരേജ് ഉണ്ടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കറന്റ് ആയിട്ട് നമുക്ക് മിസ്കാരേജ് ആയി പോകുന്നുണ്ടെങ്കിൽ, ചിലരൊക്കെ കെമിക്കൽ പ്രഗ്നൻസി ആകുന്ന സമയത്തിന് അതിന് ഒരുപാട് കെയർ കൊടുക്കാറില്ല. ചെറുതായിട്ട് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായി പോകുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ ഇനി പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിരിക്കോ അല്ലെങ്കിൽ PCOD എന്തെങ്കിലും സിംറ്റംസ് ആണോ, ഇറഗുലർ പീരിയഡ്സിന്റെ സിംറ്റംസ് ആണോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്.
അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1-2 മാസമൊക്കെ ഇടവിട്ട് നമുക്ക് പ്രഗ്നൻസി ആകുന്നുണ്ട്, പ്രഗ്നൻസിയുടെ പോലുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോ മാസവും നിങ്ങളിത് എക്സ്പെക്ട് ചെയ്ത് പോകുന്നുണ്ട്, സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ റെക്കറൻ്റ് ആയിട്ട് പ്രഗ്നൻസി ലോസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായി പോകുന്നതായിരിക്കും. ചില ആളുകൾ കമൻസിൽ വന്ന് പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഉണ്ടാകുന്നുണ്ട്, അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ട് ഇന്റർകോഴ്സ് ചെയ്യുന്നുണ്ട്, പ്രഗ്നന്റ് ആകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായി പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്കും എൻഡോമെട്രിയൽ തിന്നാകുന്നുണ്ട്, അതിൻ്റെ ഒരു ഗ്രോത്ത് കൃത്യമായിട്ടുള്ളൊരു അഡിക്വേറ്റ് ആയിട്ടുള്ള ലെവലിലല്ല വരുന്നതെങ്കിൽ നിങ്ങൾ ആ സമയത്ത് മുതൽ അതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായി പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ നമുക്കുണ്ടാകുന്ന ഫൈബ്രോയിഡാണ്. യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഗ്രോ ആയിട്ട് വരുന്നത് എൻഡോമെട്രിയൽ നന്നായിട്ടുള്ള രീതിക്ക് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങളിൽ അയോണോ അതുപോലെ മറ്റുള്ള എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായി പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസണാണ്. നമ്മളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഈ സമയങ്ങളിൽ അയോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ശരീരത്തിൽ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. മറ്റു പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതായത് വിളർച്ച, ക്ഷീണം, കൈകാലുകളൊക്കെ വേദന, ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ സ്പെഷ്യലായിട്ടൊരു കെയർ കൊടുക്കണം. കാരണം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി ലോ ആയി പോകുന്നതിനുള്ള മറ്റൊരു റീസൺ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രെസ്, ഒരു ദിവസം ഉണ്ടാകുന്ന സ്ട്രെസ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെസ് ലൈഫിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതും എൻഡോമെട്രിയം ഗ്രോ ആകുന്നതിനെ ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ലോ ഈസ്ട്രജൻ. തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ ഈസ്ട്രജൻ ആണ് നമ്മുടെ ശരീരത്തിലെ എൻഡോമെട്രിയം ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈസ്ട്രജന്റെ ലെവലിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണെങ്കിൽ അതുമൂലവും നിങ്ങൾക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണെങ്കിലും കൂടുതലും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ടിരിക്കാനായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. വർക്ക് സ്ട്രെസ് നിങ്ങൾക്കുണ്ടെങ്കിലും മാരീഡ് ലൈഫിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും ഫെർട്ടിലിറ്റിയുടെ ടോപ്പിക്കുമായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ആ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. എക്സ്ട്രീം പ്രഷർ തരുന്ന തരത്തിലുള്ള എൻവയോൺമെന്റിൽ നിന്ന് നിങ്ങൾ മാറാനായിട്ട് നോക്കുക. അതിപ്പോൾ ജോലിയാണെങ്കിലും ആ ജോലി നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ തരുന്നുണ്ട്, സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് നിങ്ങൾ മാറാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാരീഡ് ലൈഫിലും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ ആ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കുറയ്ക്കാനായിട്ട് രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ട് ആ സ്ട്രെസ് ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഇത് ഡയറക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്ട്ലി നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഒരു ഘടകമാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. 2017 നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി അനുസരിച്ചിട്ട് വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ്സും അതുപോലെ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ എടുത്തപ്പോഴേക്കും ഒരുപാട് ആളുകൾക്ക് എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാകുന്നതിന് വേണ്ടിയിട്ട് അത് കാരണമായിട്ടുണ്ട്. വിറ്റമിൻ ഇയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നട്ട്സ്, അതുപോലെ അവോക്കാഡോ, അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് വിറ്റമിൻ ഇയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, എൻഡോമെട്രിയം ഒക്കെ നോർമൽ ആണെങ്കിൽ കൂടി തന്നെയും പീരിയഡ്സിന്റെ ആ ഒരു ഡേ മുതലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നട്ട്സ് കഴിക്കുന്നത് അതുപോലെ അവോക്കാഡോ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ പറ്റുമെങ്കിൽ അഫോർഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലൂടെ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ് ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആശാ വർക്കറെയോ നിങ്ങൾ സമീപിച്ച് കഴിയുമ്പോഴേക്കും പ്രിനേറ്റൽ സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റും കൂടി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അത് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ് എല്ലാ അർജിനിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഓൾ ഗ്രെയിൻസ് ആണെങ്കിലും ഫിഷ് അതുപോലെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് കോക്യൂട്ടൻ. ഈ ഒരു ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പല പ്രിനേറ്റൽ സപ്ലിമെന്റ്സിൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവുന്നതാണ് ഈ കോക്യൂട്ടൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്യൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും.
അടുത്ത ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കമെന്ന് പറയുന്നത് നമുക്ക് എടുക്കുന്ന ഒരു റെസ്റ്റ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ആക്ടിവിറ്റീസ് നോർമലായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നതാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ രാത്രിയിൽ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് ശരീരത്തിൽ ഉണ്ടാകും. അതിന് വേണ്ടുന്ന സമയം നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു കേട്ടോ. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് വെക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു സ്വിച്ചിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഒരിക്കലും അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ബോഡിക്ക് ഒരു ഒരു റിഫ്രഷ്മെന്റ് ബോഡിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു ഡെയിലി ഒരു 50 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ മസ്റ്റ് ആയിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യുന്നത് എല്ലാ തരത്തിലും പ്രത്യുൽപാദന അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യും കേട്ടോ. അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് കാസ്റ്റർ ഓയിൽ മസാജ്. കാസ്റ്റർ ഓയിൽ നമ്മുടെ ഒരു വയറിൽ തടവിയിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് രക്തയോട്ടം നന്നായിട്ട് വർദ്ധിക്കുന്നതിനും ഇതിന്റെ ഭാഗമായിട്ട് എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് വളരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കണ്ട് ഉപയോഗിച്ചിട്ട് വയറ് പീരിയഡ്സിന്റെ ആ ഒരു ഡേറ്റ് മുതൽ ഓവുലേഷൻ ഡേറ്റ് വരെ മസാജ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാസ്റ്റർ ഓയിൽ മസാജ് ഉപയോഗിച്ചിട്ട് മാത്രം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അയോൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഒപ്പം വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒരു 3, 4, 5 ഉണക്കമുന്തിരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി അതിന്റെ വെള്ളം വെറും വയറ്റിൽ കുടിക്കാനായിട്ടും ഒപ്പം ഉണക്കമുന്തിരി കഴിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങളുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും വിറ്റമിൻ സിയുടെ അതുപോലെ അയോണിന്റെ കണ്ടന്റ് ശരീരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കും. ഒപ്പം വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ഈ ഒരു ടൈമിൽ എടുക്കുന്നത് അയോണിന്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ്. നമ്മൾ ഓവുലേഷൻ വരെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. പീരിയഡ്സിന്റെ ആ ഒരു ഡേറ്റ് വരെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഒരു മാസം ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. കാരണം ആ ഒരു എഫക്ട് ശരീരത്തിൽ വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 മാസമെങ്കിലും എടുക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഇല്ലാത്ത പണച്ചെലവില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് ഈ ടിപ്സ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.